സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഷോപ്പിംഗ് കാർട്ട് ഇട്ടേക്കുന്ന ബാഗ് പർച്ചേസ് ചെയ്യട്ടെ. ബെസ്റ്റ്. സാലറി വന്നേ ഉള്ളൂ, അപ്പോഴേക്കും നീ എന്റെ ശവമടക്ക് പ്ലാൻ ചെയ്യാണോ? കഴിഞ്ഞ മാസത്തിൽ നീ പുതിയ ബാഗും വാച്ചും മേടിച്ചത് നിനക്കെന്താ വട്ടാണോ? എടി അത് വേറെ ബ്രാൻഡ്, ഇത് വേറെ ബ്രാൻഡ്. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതിങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് രസമോ മോളെ. അടിച്ചുകൂടെയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നിന്റെ സാലറിന്റെ കാര്യത്തിൽ തീരുമാനമാവല്ലോ. 10 ദിവസമോ? വെറും ഒരാഴ്ച കൊണ്ട് വിളി സാലറി മുഴുവൻ തീർക്കും. എന്നിട്ട് എന്റെ അടുത്തേക്ക് വരികയും ചെയ്യും കടം ചോദിച്ചോട്ട്. കുറെ നാളായാലേ ഞാൻ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? 50% ഡിസ്കൗണ്ടിൽ പുതിയ ബാഗും വാച്ചും കിട്ടുമ്പോൾ ആരാണെങ്കിലും വാങ്ങിച്ചു പോയില്ലേ? പോരാത്തത് എന്റെ ബർത്ത്ഡേയും വരുക. പിന്നെ ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ഇന്ത്യൻ എക്കണോമി ബൂസ്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ എക്കോണമി ബൂസ്റ്റിംഗ് ആണല്ലോ നിന്റെ ജീവിത ലക്ഷ്യം. ആദ്യം നീ നിന്റെ സേവിങ്സ് ബൂസ്റ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ നോക്ക്, എന്നിട്ടാവാം ബാക്കിയുള്ളതൊക്കെ. സേവിങ്സ് ബൂസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? പിന്നില്ലേ, പക്ഷെ നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കാൻ. നീ പറ. എന്നാൽ നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ആക്സസറീസിന് വേണ്ടിയുള്ള ഓവർ സ്പെൻഡിങ് നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഫണ്ട് എടുത്തിട്ട് SIP തുടങ്ങണം. SIPയോ? അതെന്താ? ഈ HR നിന്ന് കിട്ടുന്ന പുതിയ ബെനിഫിറ്റ്സ് വല്ലതാണോ? ഈ PF പോലെ? SIP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നീ ഒരു ഫിക്സഡ് എമൗണ്ട് നീ കുറച്ച് മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കത് വലിയൊരു എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും. ഇത് തന്നെയല്ലേ ചിറ്റ് ഫണ്ട് ആരും ചെയ്യുന്നത്? അവിടെയാണ് ചിറ്റ് ഫണ്ടും SIPയും തമ്മിലുള്ള വ്യത്യാസം. ഈ കാൽക്കുലേറ്റർ ഒന്ന് നോക്കിയേ. നമ്മൾ ഓരോ മാസവും 5,000 റുപ്പീസ് വെച്ചിട്ട് SIP ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 30 വർഷം കൊണ്ട് 1.25 കോടി രൂപ കിട്ടും. നീ ഒരു 10,000 രൂപയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 3.5 കോടി രൂപ കിട്ടും. ശരിക്കും 3.5 കോടിയൊക്കെ കിട്ടുമോ? അതേടാ, SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല. അത് വളരെ സെക്യൂർഡ് ആണ്. പോരാത്തതിന് ആർക്കും അത് അടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. എന്ത് ചെയ്യാം? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവർ എൻ്റെ പേരിൽ SIP നേരത്തെ സ്റ്റാർട്ട് ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലൊരു റിട്ടേൺ ഇപ്പോൾ കിട്ടിയേനെ അല്ലേ? അതിനെന്താടാ, നീ DBFC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും SIP ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാലോ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ SIP ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. ഏതായാലും നിന്റെ ബുദ്ധി ബൂസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിന്റെ സേവിങ്സ് കൂടി ബൂസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി മുതൽ സ്മാർട്ട് ഷോപ്പിംഗ് വേണ്ട, സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് മതി.